അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കാരണം വീണ്ടും ഒരു ലോക്ക്ഡൌൺ വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നാൽ ലോക്ക്ഡൌണിന് തയ്യാറാകൂ എന്ന് തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര യുദ്ധവിദഗ്ധരെല്ലാം പറയുന്നത്. എന്താണ് ഈ സംഭവം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിൽ US-ഉം ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതിന് ശേഷം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ കപ്പൽ പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് ടെഹ്റാൻ തടഞ്ഞു. ഇത് അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് $112 ഉയർത്തി. ഈ യുദ്ധം ഉടൻ അവസാനിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ലോകം ഒരു ഊർജ്ജ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു. ഈ ഊർജ്ജ പ്രതിസന്ധിയെ നേരിടാൻ കൊറോണ പാൻഡമിക്കിന് ശേഷം ലോക്ക്ഡൌൺ സാധ്യത വീണ്ടും തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി IEA ഊർജ്ജ ലോക്ക്ഡൌണിന്റെ പേരിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്കായി 10 പോയിന്റ് പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് അസംസ്കൃത എണ്ണയുടെ ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കും. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് 23 ദിവസമായി. ശാന്തമാകുന്നതിന് പകരം ഇരുപക്ഷവും കൂടുതൽ ആക്രമണാത്മകമായി മാറുകയാണ് ചെയ്യുന്നത്. തൽഫലമായി ലോകത്ത് അസംസ്കൃത എണ്ണയുടെ വിതരണം തടഞ്ഞു. ഇതുമൂലം യൂറോപ്പ് മുതൽ ഏഷ്യ വരെയുള്ള എല്ലാ രാജ്യങ്ങളും പെട്രോൾ, ഡീസൽ, ഗ്യാസ് എന്നിവയുടെ പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പെട്രോൾ, ഡീസൽ ക്ഷാമം കാരണം ഗതാഗത ചെലവുകൾ വർദ്ധിച്ചു. അതിനാൽ പണപ്പെരുപ്പവും തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏഷ്യയിലെ പല രാജ്യങ്ങളിലും പെട്രോൾ, ഡീസൽ ക്ഷാമത്തിന്റെ ഫലം കാണാൻ തുടങ്ങിയിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലും പെട്രോൾ, ഡീസൽ വില വർദ്ധിച്ചു. അമേരിക്കയിലും പെട്രോൾ വില $5 എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ലോകത്തിലെ ഈ ദുഷ്കരമായ സമയങ്ങളിൽ അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി എണ്ണ ആഘാതങ്ങളിൽ നിന്ന് രക്ഷ എന്ന പേരിൽ 10 പോയിന്റ് ബ്ലൂ പ്രിന്റ് ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ ലോക സർക്കാരുകളോട് പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. വാഹന ഗതാഗതത്തിനുള്ള ഒറ്റ ഇരട്ട നിയമം, ഹൈവേകളിലെ വേഗപരിധി, വിമാനയാത്ര കുറയ്ക്കുക, ആളുകൾ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക, പാചകത്തിന് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ നടപടി ലോക സർക്കാരുകൾ സ്വീകരിക്കണമെന്ന് IEA നിർദ്ദേശിച്ചു. കൊറോണ പോലുള്ള ഒരു തന്ത്രം സർക്കാരുകൾ സ്വീകരിച്ചാൽ മാത്രമേ ഊർജ്ജ പ്രതിസന്ധി നേരിടാൻ കഴിയൂ എന്ന് ഏജൻസി പറയുന്നു. ഈ തന്ത്രം ലോക്ക്ഡൌണിന് സമാനമായിരിക്കും എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. പല രാജ്യങ്ങളും ഇതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഇന്ധന റേഷൻ ആരംഭിച്ചു. ഓസ്ട്രേലിയയിൽ സർക്കാർ അത്യാവശ്യമല്ലാത്ത യാത്രകളിൽ നിന്ന് ആളുകളെ വിലക്കിയിട്ടുണ്ട്. ഈ ഊർജ്ജ പ്രതിസന്ധി വളരെ കാലം തുടരുകയാണെങ്കിൽ അത് ഒരു ഡിജിറ്റൽ പെർമിറ്റ് സംവിധാനത്തിലേക്ക് നയിച്ചേക്കാം. ഊർജ്ജ സുരക്ഷയുടെ പേരിൽ സർക്കാരുകൾക്ക് പൗരന്മാർക്ക് മേൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ കഴിയുമെന്നും അതുമൂലം പൗരന്മാർക്ക് അനുവാദമില്ലാതെ വീടുകൾ വിട്ടുപോകാൻ കഴിയില്ലെന്നും വിദഗ്ധർ പറയുന്നു. ഇന്ത്യയിലും പ്രീമിയം പെട്രോളിന്റെയും വ്യാവസായിക ഡീസലിന്റെയും വില സർക്കാർ വർദ്ധിപ്പിച്ചു. എന്നിരുന്നാലും ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ഒരു ഭാഗികാശ്വാസം സാധാരണ പെട്രോളിന്റെ വില ഇതുവരെ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ സ്ഥിതി ഇതുപോലെ തുടർന്നാൽ സാധാരണ പെട്രോളിന്റെ വിലയിലും വർധനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ധനവില കുതിച്ചുയരുന്നതിനെ തുടർന്ന് കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ എയർ ഇന്ത്യ 2500 വിമാനങ്ങളാണ് കഴിഞ്ഞ 3 ആഴ്ചക്കിടെ റദ്ദാക്കിയിരുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.